ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയും BNP നേതാവുമായി ഖാലിദ് സിയ അന്തരിച്ചുവെന്ന വാർത്ത വരുന്നു. പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയാണ്, നിങ്ങൾക്കറിയാം. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയാണ്. കഴിഞ്ഞ 80 വയസ്സായിരുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലമായി ധാക്കയിലെ എവർ കെയർ ആശുപത്രി ചികിത്സയിലായിരുന്നു ഖാലിദ് സിയ. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബൽറാം, എപ്പോഴാണ് ഈ വിയോഗത്തിന്റെ വാർത്ത വന്നത്? ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അല്പസമയം മുമ്പാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറെക്കാലമായി അവർ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഏതാണ്ട് 2019 മുതൽ തന്നെ അവർ ചികിത്സയിൽ തുടരുകയായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉൾപ്പെടെ നിരവധി രോഗങ്ങൾ അവരെ അലട്ടിയിരുന്നു. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ പുതിയൊരു മുഹൂർത്തം ഒരുങ്ങി വരുന്ന ഒരു ഘട്ടത്തിലാണ് അവരുടെ വിയോഗം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ബംഗ്ലാദേശിന്റെ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു യുഗം കൂടിയാണ് ഖാലിദ സിയയുടെ വിയോഗത്തിലൂടെ അവസാനിക്കുന്നത് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. 1981 മുൻ പ്രധാനമന്ത്രി സിയാവുർ റഹ്മാന്റെ മരണത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ സിയ പ്രധാനമായി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. ഇതിനെ തുടർന്നാണ് ഇവർ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുകയും തുടർന്ന് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ആദ്യഘട്ടത്തിൽ അവരുടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യം. 82 പട്ടാള അട്ടിമറിയെ തുടർന്നുണ്ടായ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങളിലാണ് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക്, ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അവർ എത്തുന്നത്. തുടർന്ന് 91 പ്രധാനമന്ത്രിയാകുന്നു. ഒരു കാലാവധി 96 വരെ പ്രധാനമന്ത്രി പദം പൂർത്തിയാക്കിയ ശേഷം പിന്നീട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും പിന്നീട് ഒരു തിരിച്ചുവരവ് നടത്തുകയും ചെയ്യുന്നത് 2001 ഈ കാലഘട്ടത്തിൽ നടന്ന അഴിമതിയുടെ ആരോപണം, നിരവധി അഴിമതി കേസുകൾ ഇവർ നേരിട്ടിരുന്നു. തുടർന്നാണ് പിന്നീട് കേസുകളും ഒപ്പം തന്നെ വീട്ടുതടങ്കലടക്കമുള്ള നടപടികളിലേക്കും പോകുന്നത്. അതിനിടെയാണ് അസുഖം ഇവരെ അലട്ടിയിരുന്നതും. ബംഗ്ലാദേശിലെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ അട്ടിമറിയെ തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം പുതിയ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങുകയും ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരുടെ പാർട്ടി അധികാരത്തിലേക്ക് എത്തും എന്ന സൂചന, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വീണ്ടും സിയ മടങ്ങിയെത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് വിയോഗം സംഭവിച്ചിരിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.